ഡിജിറ്റൽ യുഗത്തിൽ പ്രചാരണം താമസിച്ചാണ് തുടങ്ങിയതെന്ന തോന്നലില്ലെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ. കൊല്ലത്തെ വികസനം കേന്ദ്ര ഗവൺമെന്റിന്റേത്. താൻ സ്ഥാനാർത്ഥിയായതോടെ പലർക്കും ഭയമാണുണ്ടായതെന്നും കൃഷ്ണകുമാർ 24-നോട് പറഞ്ഞു. എപ്പോഴും അങ്ങനെയാണല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇത്രയും ഡിജിറ്റൽ മീഡിയയും വികസിച്ചിരിക്കുന്ന കാലത്ത് ഇപ്പം തന്നെ നിങ്ങൾ ഇവിടെ തന്നെ ഒരു കാലത്ത് ഞാൻ ദൂരദർശനിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ഒറ്റ ചാനലേ നമുക്കുണ്ടായിരുള്ളൂ. ഇന്ന് ഏകദേശം 20ഓളം ചാനലുകളാണ്. അപ്പം നമ്മൾ ഇവിടെ പ്രചരണത്തിന് വരുന്നു, നമ്മൾ എന്തൊക്കെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന വികസനം, ഇതെല്ലാം നാട്ടുകാരെയും ജനങ്ങളെ അറിയിക്കാനായിട്ട് ഇന്ന് ചാനലുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, ഡിജിറ്റൽ മീഡിയ ഉണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ലേറ്റായി എന്നൊരു തോന്നൽ തെറ്റായ ധാരണയാണ്. ഈ കൊല്ലത്തെ സംബന്ധിച്ച് വലിയ വികസനം നടത്തുമെന്നാണ് UDF സ്ഥാനാർത്ഥി അവകാശപ്പെടുന്നത്. അതേസമയത്ത് തന്നെ വികസനം ഒന്നുമില്ലെന്നാണ് LDFന്റെ അവകാശവാദം. BJP തുടക്കം മുതൽ പറയുന്നത് വികസനമെല്ലാം കേന്ദ്രത്തിൻ്റെതാണ് എന്നുള്ളതാണ്. അല്ല, നമുക്ക് വികസനം വന്നു എന്നുള്ളതിൻ്റെ ഒരു ആരോപണം നടത്തുന്നതിന് കുഴപ്പമില്ല. കാരണം പുള്ളി അവകാശപ്പെടുന്നതിലും തെറ്റില്ല. പക്ഷേ പണ്ടത്തെ പോലെ ജനങ്ങളെ എപ്പോഴും പറ്റിക്കാൻ പറ്റില്ല. കാരണം ഈ 2014 വരെ 40 വർഷത്തോളം അടഞ്ഞു കിടന്നതാണ് ഇവിടുത്തെ ഹൈവേ. ഇതെല്ലാവരും കണ്ടതല്ലേ, ഈ ദുരിതം അനുഭവിച്ചല്ലേ. ആര് വന്നതിന് ശേഷമാണ് ആ റോഡ് ഓപ്പൺ ആയത്? ഇദ്ദേഹം നടത്തിയതാണെങ്കിൽ ഇദ്ദേഹം മന്ത്രിയായിട്ടിരുന്നല്ലോ, ഒരു തവണയല്ല 2 തവണയല്ല, പിന്നെ രാജ്യസഭ MP ആയിട്ടിരുന്നു. എന്ത് പറഞ്ഞാണ് ഈ കൊല്ലത്ത് വോട്ട് പിടിക്കാൻ BJP തീരുമാനമെടുത്തത്? നമുക്ക് കൊല്ലത്തെ ഒരു കാലത്തെ കൊല്ലത്തിന്റെ പ്രൗഢിയുള്ള കൊല്ലമുണ്ട്. കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ടെന്ന് പറയുന്നതിന് കാരണം എന്താ? അത്ര സുന്ദരമായ സ്ഥലമുണ്ട്. കൊല്ലത്ത് വന്ന ഒരാൾക്ക് പിന്നെ ഇല്ലത്തോട്ട് പോകാൻ താല്പര്യമില്ല. ആ കൊല്ലത്തിനെ ഇന്ന് ഈ ശോചനീയാവസ്ഥയിലാക്കിയത് ഈ 2 മുന്നണികളും അവഗണന കൊണ്ട്. പ്രതിപക്ഷത്തിന് ഏറ്റവും വലിയ ആരോപണം താങ്കൾ സ്ഥാനാർത്ഥിയായതോടെ, അല്ലെങ്കിൽ കേരളത്തിൽ ആര് കൊല്ലത്തേക്ക് BJP സ്ഥാനാർത്ഥിയായി എത്തിയാലും അത് ഗുണം ചെയ്യുക UDF സ്ഥാനാർത്ഥിയായ പ്രേമേന്ദ്രനാണ്. ആരോപണങ്ങൾ കാറ്റിൽ വരട്ടെ. കാരണം എന്നറിയോ, എനിക്ക് താങ്കളോട് ഭയം വന്നു തുടങ്ങുമ്പോൾ ഞാൻ താങ്കളെ പറ്റി ആരോപണം ഉന്നയിക്കും. അതുകൊണ്ട് ആരോപണം ഉന്നയിച്ചവരോട് നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. ഭയപ്പെട്ട് തുടങ്ങിയ ഇടതുപക്ഷം എന്നുള്ളതാണ്. അത്രേ ഞാൻ പറയത്തുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരെ പറ്റി ആരോപണം ഉന്നയിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെയും ഭയമില്ല. മുകേഷ് സുഹൃത്തല്ലേ? മുകേഷ് മാത്രമല്ല, പ്രേമേന്ദ്രൻ ചേട്ടനും സുഹൃത്ത് തന്നെയാണ്. പോരെ.